എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വിഷയം ആശയവാദമാണോ ഭൗതികവാദമാണോ ശരി എന്ന ചോദ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ രണ്ട് പ്രസിദ്ധരായ യൂറോപ്യൻ ചിന്തകരാണ് ഈ ആശയവാദത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും പ്രധാന വക്താക്കളായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആശയവാദത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവ് ഹെഗൽ എന്ന് പറയുന്ന ജർമ്മൻ ഫിലോസഫർ ആയിരുന്നു. അതേപോലെ തന്നെ ഭൗതികവാദത്തിൻ്റെ വക്താവ് ഹെഗലിൻ്റെ ഒരു അനുയായിയായി ഹെഗലിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന വ്യക്തിയായിരുന്ന കാൾ മാർക്സ്. അദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്ന ആശയം പ്രസിദ്ധമാണല്ലോ. അപ്പോൾ അദ്ദേഹമാണ് ഭൗതികവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആശയവാദം, എന്താണ് ഭൗതികവാദം, ഇവയിൽ ഏതാണ് കുറച്ചുകൂടി യാഥാർത്ഥ്യവുമായി അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ ഏതാണ് കുറച്ചും കൂടെ അഭികാമ്യമായ ആശയം, അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആശയവാദം ഹെഗൽ അവതരിപ്പിച്ച ഒരു സിദ്ധാന്തമാണ്. ഹെഗലിന് മുമ്പും പലരും ആശയവാദം വെച്ച് പുലർത്തിയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും യൂറോപ്പിലെ ചിന്താമണ്ഡലത്തിൽ ആശയവാദത്തിന് ഒരു അധീശത്വം ലഭിക്കുന്നത് ഹെഗലിൻ്റെ വരവോടുകൂടിയാണ്. ഹെഗലിൻ്റെ ലെക്ചേഴ്സിലൂടെയും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ആശയവാദം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആശയങ്ങളാണ്, ചിന്തയാണ് മനുഷ്യൻ്റെ അസ്തിത്വത്തെ അല്ലെങ്കിൽ നിലനിൽപ്പിനെ നിർണ്ണയിക്കുന്നത്, സ്വാധീനിക്കുന്നത് എന്നാണ്. അദ്ദേഹം ഒരു പരികല്പന കൊണ്ടുവരുന്നുണ്ട്. അത് ജീസ്റ്റ് എന്ന് പറയുന്ന പരികല്പനയാണ്. ജീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരാശയം, യൂണിവേഴ്സൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരാശയമാണ് ഹെഗൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഒരു സർവ്വവ്യാപിയായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ളൊരു സ്പിരിറ്റ് ഉണ്ട്. ആ ഒരു ഫോഴ്സാണ് എല്ലാ യാഥാർത്ഥ്യങ്ങളെയും നിർണ്ണയിക്കുന്നത് എന്നൊരു വാദമാണ് ആശയവാദം എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ അസ്തിത്വത്തെ നിർണ്ണയിക്കുന്നത് അവൻ്റെ ആശയലോകമാണ്, ചിന്തയാണ് എന്നുള്ളതാണ്. ഈ യൂണിവേഴ്സൽ സ്പിരിറ്റാണ് വിവിധ സ്ഥാപനങ്ങളായും വിവിധ ജീവിത രൂപങ്ങളായും ഭരണകൂടമായൊക്കെ നിലനിൽക്കുന്നത് എന്നും ഹെഗൽ പറയുന്നത്. ഹെഗലിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: റിയൽ ഈസ് റേഷണൽ, റേഷണൽ ഈസ് റിയൽ എന്ന് പറയുന്നത്. അദ്ദേഹം യുക്തിപരമായിട്ടാണ് ചിന്തിച്ചിരുന്നത്. ആശയവാദം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രകൃതിക്ക് അപ്പുറത്തുള്ള ചില ശക്തികളുടെ വിശ്വാസം, ദൈവവിശ്വാസം എന്ന രീതിയിൽ നമ്മൾ ആ രീതിയിലല്ല ഹെഗലിൻ്റെ ഈ ആശയത്തെ കണക്കാക്കേണ്ടത്. പകരം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്ന കാര്യം ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും ദൈവനിശ്ചിതമാണ് എന്നല്ല അദ്ദേഹം പറയുന്നത്. പകരം ചിന്തയാണ്, ആശയങ്ങളാണ്. അതിന് അദ്ദേഹം യൂണിവേഴ്സൽ സ്പിരിറ്റ് എന്ന് പറയുന്നൊരു വാക്കാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു കാര്യമാണ് ഈ ലോകത്തെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും നിർണ്ണയിക്കുന്നത് എന്നാണ്. പിന്നീട് അദ്ദേഹം കൊണ്ടുവരുന്ന മറ്റൊരു ആശയമാണ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. ഡയലക്റ്റിക്സ് ആണ് ഈ വൈരുദ്ധ്യാത്മകത എന്നൊരു വാക്കായിട്ട് പിന്നീട് നമ്മളേറെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ആശയങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ആശയത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഡയലക്റ്റിക്കലാണ് എന്നുള്ളതാണ്, വൈരുദ്ധ്യാത്മകമാണ് എന്നുള്ളതാണ്. അതിന് അദ്ദേഹം തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിലനിൽക്കുന്ന ഒരാശയം. പിന്നീട് ഒരു ആൻറ്റി തീസിസ് ഉണ്ടാകുന്നു. ഇതിന് വിരുദ്ധമായ ഓപ്പോസിറ്റായി നിൽക്കുന്ന ആൻറ്റി തീസിസ് എന്ന് പറയുന്ന വേറൊരാശയം ഉണ്ടാകുന്നു. ഇവ തമ്മിൽ പരസ്പരം ഉള്ള ഒരു സംഘർഷം ഉണ്ടാവുകയും ആശയപരമായിട്ടുള്ളൊരു സംഘടനത്തിന് സാധ്യത ഉണ്ടാവുകയും അതിൽ നിന്നും പുതിയൊരു ആശയം ഉയർന്നു വരുന്നു. ആ ആശയം എന്ന് പറയുന്നത് സിന്തസിസ് ആണ്. സിന്തസിസ് എന്ന് പറയുന്ന ആശയം, ഈ രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്നിട്ടുള്ള പുതിയൊരു ആശയം ഉണ്ടാകുന്നു. ഇങ്ങനെ ഡയലക്റ്റിക്കലായിട്ടാണ് ആശയം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഹെഗൽ പറഞ്ഞു വെച്ചത്. ഹെഗലിൻ്റെ ഈ ആശയവാദം അതിനെ എതിർത്ത പ്രധാനപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയായിട്ടുള്ള കാൾ മാർക്സ്. കാൾ മാർക്സ് പറയുന്നത് അദ്ദേഹം ഹെഗലിൻ്റെ എല്ലാ ആശയങ്ങളെയും ഏറെ ആവേശപൂർവ്വം പിന്തുടർന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ. ഹെഗലിൻ്റെ ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്.
പക്ഷെ മാർക്സ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഹെഗൽ തലകുത്തിയാണ് നിൽക്കുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. എന്നിട്ട് മാർക്സ് പറയുന്നു, തലകുത്തി നിൽക്കുന്ന ഹെഗലിനെ, തലതിരിഞ്ഞ് നിൽക്കുന്ന ഹെഗലിനെ നേരെ നിർത്തുക എന്നതാണ് ഞാൻ, അത്തരം ഒരു കാര്യത്തിനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് മാർക്സ് പറയുന്നു. എന്നിട്ട് മാർക്സ് പറയുന്നത്, മനുഷ്യൻ്റെ എക്സിസ്റ്റൻസാണ് അവൻ്റെ ചിന്തയെ നിർണ്ണയിക്കുന്നത്. ഈ ഒരു വാദമാണ് മാർക്സിൻ്റെ പ്രധാനപ്പെട്ട വാദം. ഹെഗലിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞു, ആശയമാണ് മനുഷ്യൻ്റെ അസ്തിത്വത്തെ നിർണ്ണയിക്കുന്നത്, നിലനിൽപ്പിനെ നിർണ്ണയിക്കുന്നത് എന്ന് ഹെഗൽ പറഞ്ഞിരുന്നെങ്കിൽ, മാർക്സ് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പറയുന്നത്, മനുഷ്യൻ്റെ നിലനിൽപ്പാണ് മനുഷ്യൻ്റെ ആശയ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഇതാണ് മാർക്സ് പറഞ്ഞത്. സ്വാഭാവികമായും മാർക്സ് തലതിരിഞ്ഞ് നിൽക്കുന്ന ഹെഗലിൻ്റെ ആശയത്തെ നേരെ നിർത്തുകയാണ് എന്നൊരു ക്ലെയിമാണ് നടത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. രണ്ട് തരത്തിലുള്ള ഭൗതികവാദമുണ്ട്. ഒരു ഭൗതികവാദം എന്നത് കേവലമായ ഭൗതികവാദമാണ്. അതുപ്രകാരം മനുഷ്യൻ്റെ ആശയം, ചിന്ത ഇവയൊക്കെ അവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രവർത്തനങ്ങളുടെ നേരിട്ടുള്ള റിഫ്ലക്ഷനാണ് എന്നൊരു വാദമാണുള്ളത്. ആത്യന്തികമായിട്ട് എല്ലാറ്റിനെയും നിർണ്ണയിക്കുന്നത് അവൻ്റെ പരിസരമാണ്, ജീവിതമാണ് എന്നൊരു വാദം. ഇതിനെ പിൻപറ്റിക്കൊണ്ടാണ് പിന്നീട് സാമ്പത്തിക നിർണ്ണയവാദം എന്നൊരു കാര്യം മുന്നോട്ട് വരുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും മാർക്സിസത്തെയൊക്കെ കളിയാക്കിക്കൊണ്ട് പറയുന്നൊരു വാദമാണ്. മാർക്സിനെ സംബന്ധിച്ച് എല്ലാം വൈറലാണ് എന്ന് പറയുന്നു കളിയാക്കിക്കൊണ്ട്. സഞ്ജയനൊക്കെ മലയാളത്തിൽ കളിയാക്കിയിട്ടുണ്ട്. മാർക്സിസ്റ്റുകാർക്ക് എല്ലാ പ്രശ്നങ്ങളും അവരുടെ ഉദരത്തിലാണ് എന്നുള്ളതാണ്, തലയിലല്ല, അല്ലെങ്കിൽ അവരുടെ തലയിരിക്കുന്ന ഉദരത്തിലാണ് എന്നുള്ള രീതിയിൽ ചില കളിയാക്കലൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എനിവേ, ഇങ്ങനൊരു ഭൗതികവാദമുണ്ട്. ഇത് കേവലമായ ഭൗതികവാദമാണ്. മനുഷ്യൻ്റെ ഭൗതിക അവസ്ഥകൾ അതിൻ്റെ ഫുൾ ക്ലിയറായിട്ടുള്ള റിഫ്ലക്ഷനാണ് അവൻ്റെ ചിന്ത, ആശയം, മതം, നിയമം എന്നുള്ളൊരു വാദം. മറുഭാഗത്ത് മാർക്സിസം മുന്നോട്ട് വെച്ച ആശയം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. ഈ കേവലമായ റിഫ്ലക്ഷൻ അല്ല എന്നൊരു വാദമാണുള്ളത്. അതുപോലെ തന്നെ ഭൗതികത എന്ന് പറയുന്നതിനെയും അദ്ദേഹം ഡയലക്റ്റിക്കായിട്ടുള്ള ഒരു മാറ്റമാണ് പറയുന്നത്. അതിന് അദ്ദേഹം പിന്നീട് മനുഷ്യ സമൂഹത്തിലെ വിവിധ ഘട്ടങ്ങളെയൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. നിരന്തരമായ കോൺട്രഡിക്ഷൻസിനെ കുറിച്ചിട്ട്, വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഭൗതികവാദമുണ്ട്. മാർക്സിൻ്റെ ഭൗതികവാദം എന്ന് പറയുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഹെഗലിൻ്റെ ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹം കടമെടുത്തുകൊണ്ട് അതിനെ ഭൗതിക സാഹചര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ആശയം വികസിപ്പിച്ചിരിക്കുന്നത്.